നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കമ്പനിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നാളെ ഒരുപക്ഷെ അതൊരു മൾട്ടി ബാഗർ റിട്ടേൺ തന്നേക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങളും മോശമായിട്ടുള്ള വശങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ ഒക്കെ എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ പേര് എന്ന് പറയുന്നത് ഡെൻ നെറ്റ്വർക്ക്സ് എന്നാണ്. ഡെൻ നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിള്, അതുപോലെ തന്നെ കേബിൾ ചാനൽസ്, അതുപോലെ തന്നെ D2H ഇതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കമ്പനി ചെയ്യുന്നത്. അപ്പം ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1818 കോടിയാണ്. അപ്പം ഇനി ഇതിൻ്റെ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 രൂപ 10 പൈസയ്ക്കാണ്. അപ്പം ഇതിൻ്റെ 5 ഇയർ റിട്ടേൺ നോക്കുവാണെങ്കിൽ 5 ഇയർ റിട്ടേൺ നമുക്കൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത് 61%. അതുപോലെ തന്നെ 1 ഇയർ റിട്ടേണിൽ നമുക്കൊരു 50% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു ഒരു മോശമായ വശമാണ് ഈ സ്റ്റോക്കിൻ്റെ. അപ്പം ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് ഇൻട്രൻസിക് വാല്യൂവിനേക്കാളും കുറവാണ്. അത് തന്നെ ഒരു നല്ല പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞു റിട്ടേൺ ഓൺ ഇക്വിറ്റി നമുക്ക് കുറവാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബാഡ് മോശമായിട്ടുള്ള സൈഡാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ഡിവിഡൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇത് രണ്ടും ഒരു നെഗറ്റീവ് സൈഡാണ് ഈ സ്റ്റോക്കിൻ്റെ. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇത് എൻട്രി എടുക്കാൻ ഒരു നല്ല പ്രൈസ് പോയിൻ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ഒരു റെഡ് ഫ്ലാഗോ അല്ലെങ്കിൽ ASM GSM ലിസ്റ്റിലൊന്നും പെടുന്നതല്ല എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഇനി ഇതിൻ്റെ PE റേഷ്യോ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ സെക്ടറിൻ്റെ PE മൈനസ് ആണ്. ഇതിൻ്റെ PE എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ PE എന്ന് പറഞ്ഞാൽ 10.33 ആണ്. അതുപോലെ തന്നെ സെക്ടറിൻ്റെ PBനേക്കാളും കുറഞ്ഞ PBക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതും ഒരു നല്ലൊരു പോസിറ്റീവ് തന്നെയാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ സെക്ടർ ഡിവിഡൻഡ് ഈൽഡ് 0.49% കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കമ്പനി ഡിവിഡൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ കുറച്ച് നെഗറ്റീവ്, അതായത് നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇത് മെയിനായിട്ട് നമുക്ക് തരുന്നില്ല കമ്പനി. പക്ഷേ ഇതിൻ്റെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള കമ്പനീസാണ്, പിയർ കമ്പനീസാണ്, കോമ്പറ്റേറ്റേഴ്സാണ് ഹാത്വേ കേബിൾ ആൻഡ് ഡേറ്റാകോം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്, ഡിഷ് TV ലിമിറ്റഡ്, GTPL ഹാത്വേ ലിമിറ്റഡ്. ഇങ്ങനെ കുറേ കമ്പനീസാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റീവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനീസ്. അപ്പം ഇതിൻ്റെ ഇനി ഫിനാൻഷ്യൽ ട്രെൻഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ട്രെൻഡിൽ ഈ 2019 നിന്ന് 2022 വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ 2019 കമ്പനി ഒരു പ്രോഫിറ്റ് നഷ്ടത്തിലായിരുന്നു, ലോസിലായിരുന്നു. അതിനുശേഷം പതിയെ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു പോസിറ്റീവ് തന്നെയാണ് ഈ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ റവന്യൂ 2021 കുറച്ച് കുറഞ്ഞു എങ്കിലും പ്രോഫിറ്റും ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ കമ്പനി പ്രോഫിറ്റിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, നെറ്റ് ഇൻകം നമുക്ക് 2021 നെറ്റ് ഇൻകം 1097.96 കോടിയായിരുന്നു. അതിനുശേഷം 175.95 കോടിയാണ്. അപ്പം ഇൻകത്തിൻ്റെ അകത്ത് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും കമ്പനി നല്ലൊരു പോസിറ്റീവ് ഇൻകം തന്നെ തരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഫ്രീ ക്യാഷ് ഫ്ലോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 2021 ലാസ്റ്റ് 106.03 കോടി രൂപ ക്യാഷ് ഫ്ലോ കമ്പനിയുടെ കയ്യിലുണ്ട്. ഇനി മറ്റൊരു നല്ലൊരു സൈഡാണ് ഈ കമ്പനി പ്രൊമോട്ടർ ഹോൾഡിങ് പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. അപ്പം പ്രൊമോട്ടേഴ്സ് ഇതിൻ്റെ ഹോൾഡിങ്സ് ഒന്നും വിറ്റ് കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊമോട്ടർ ഹോൾഡിങ് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. 74.90 പ്രൊമോട്ടർ ഹോൾഡിങ് കാണുന്നുണ്ട്. ഇതൊരു നല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. അതുപോലെ തന്നെ ഈ കമ്പനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഉണ്ട്. ബാക്കി മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഈ കമ്പനി ഇല്ല. എങ്കിലും ഇത് രണ്ടും ഒരു നെഗറ്റീവ് സൈഡാണ്. എങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഈ കമ്പനി കുറച്ച് 1% സംതിങ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊമോട്ടർ ഹോൾഡിങ്ങും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊമോട്ടർ ഹോൾഡിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം കുറേ നല്ല സൈഡുകളും
ഏതാനും കുറച്ച് നെഗറ്റീവ് സൈഡുകളും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് മനസ്സിലാക്കി മാത്രം ഈ ഒരു സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1 അല്ലെങ്കിൽ 2% മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം അവിടെ നമുക്ക് വലിയ റിസ്ക് ഒന്നും വരുന്നില്ല. നാളെ ഒരു നല്ല റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ചിലപ്പോൾ നല്ലൊരു ഗ്രോത്ത് കൊണ്ടുവന്ന് തരാം. അല്ലെങ്കിൽ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിനെ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോനെ അധികം ബാധിക്കാത്ത രീതിയിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ഞാനിവിടെ 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ 2010 തൊട്ട് 2022 വരെയുള്ള ഒരു ടൈം പീരീഡ്, അതായത് ഒരു 10-12 വർഷത്തെ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു 2010 നിന്ന് ഈ ഒരു റീജിയനിൽ വന്ന്, അതായത് ഈ 36 ഏകദേശം 35-36 റീജിയനിൽ നിന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു സ്റ്റോക്ക്. അതിനുശേഷം ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡാണ് വന്നത്. വീണ്ടും ഈ 25 റീജിയനിൽ നിന്ന് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഏകദേശം 120 റീജിയൻ വരെ തന്നു. അതിനുശേഷം വീണ്ടും ആ റീജിയനിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു റീജിയനിൽ നല്ലൊരു സപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റീജിയനിൽ ഏകദേശം 35-36 റീജിയനിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 35-36 അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ നമുക്ക് കുറച്ച് എമൗണ്ട് നമുക്ക് ഈ ഒരു സപ്പോർട്ട് റീജിയനിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ലോങ് ടൈമിലേക്ക്. നമുക്ക് 1% ആണെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിലെ 1% വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയനിൽ എൻട്രി എടുക്കാം. അതിനുശേഷം വീണ്ടും താഴോട്ട് പോരുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 25 റീജിയനിൽ നമുക്ക് കുറച്ച് എമൗണ്ടും കൂടെ ആഡ് ചെയ്യാം. അതായത് കുറച്ച് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് ഇട്ടെങ്കിൽ 1% കൂടെ നമുക്ക് വേണമെങ്കിൽ 25 റീജിയനിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിൽ, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ആവറേജ് ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ ഇത് നല്ലൊരു ഈ ഒരു റീജിയനിൽ നിന്നാണ് ഇത് വീണ്ടും ടച്ച് ചെയ്ത് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അപ്സൈഡ് മൊമെൻറ്റും അതിമനോഹരമായിട്ടുള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റും ഒക്കെ ഈ ഒരു സ്റ്റോക്ക് തന്നേക്കാം ഫ്യൂച്ചറിൽ. അപ്പം ജസ്റ്റ് ഈ ഒരു 2 റീജിയൻ 35-25 ഈ ഒരു 2 റീജിയനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എമൗണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പം എൻ്റെ അനാലിസിസാണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്പനി പ്രോഫിറ്റിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂവും നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് ഡിവിഡൻഡ് തരുന്നില്ല. അതുപോലെ തന്നെ കമ്പനി ഒരു റിട്ടേൺ ഇതുവരെ നമ്മുടെ ചാർട്ടിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടില്ല. വളരെ കുറച്ചാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഒരു ചെറിയ എമൗണ്ടൊക്കെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഈ ഒരു റീജിയനിലൊക്കെ നല്ല വോളിയം ഇൻക്രീസ് ആകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒരു 1-2 മാസം ഈ ഒരു റീജിയനിലൊക്കെ നല്ലൊരു വോളിയം ഇൻക്രീസ് ആകുന്നുണ്ട് 2021 ലാസ്റ്റിൽ. ഒരുപക്ഷെ ഈ ഒരു വോളിയം ഇനി ഫ്യൂച്ചറിൽ ഇവിടെ നിന്നൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് പോരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടൊക്കെ നോക്കി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ വീണ്ടും ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പെന്നി സ്റ്റോക്ക് പോലെയുള്ള ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. പെന്നി സ്റ്റോക്കൊക്കെയാണ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ അധികം ആവറേജ് ചെയ്യാനൊന്നും പോകരുത്. കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. റിട്ടേൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ എടുക്കുക. ഒരിക്കലും വീണ്ടും ആവറേജ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകരുത്. നഷ്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഒന്നുകിൽ എക്സിറ്റ് ആകുക, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു എൻട്രി എക്സിറ്റ് പോയിന്റ് ഡിസൈഡ് ചെയ്ത് വേണമെങ്കിൽ ഒന്നുകിൽ എക്സിറ്റ് ആകാം. അതല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നഷ്ടമായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഇല്ലെന്നുള്ള എമൗണ്ട് മാത്രം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം അനാലിസിസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.